ഹോക്കി അസോസിയേഷന് സർക്കാർ സഹായം കിട്ടിയില്ലെന്ന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന്റെ വാദം തള്ളി കായിക വകുപ്പ്. ഹോക്കി അസോസിയേഷന് നൽകിയ ഫണ്ട് വിവരങ്ങൾ കായിക വകുപ്പ് പുറത്തുവിട്ടു. 5 വർഷത്തിനിടെ നൽകിയത് 56 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ദേശീയ ഗെയിംസ് ഒരുക്കത്തിന് അസോസിയേഷനുകൾക്ക് നൽകിയത് 68 ലക്ഷം രൂപയാണെന്നും കായിക വകുപ്പ് പറയുന്നു. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, എന്താണ് കായിക വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്? നിഷാദ്, കായിക വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണുമായി സംസാരിച്ചപ്പോൾ തന്നെ സുനിൽകുമാർ പറഞ്ഞിരുന്നു, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഒരു തരത്തിലുമുള്ള ഒരു സാമ്പത്തിക സഹായം അസോസിയേഷനുകൾക്ക് ലഭിച്ചിട്ടില്ല. അതായത് കായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനകൾക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തരത്തിലുമുള്ള സാമ്പത്തിക സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം സുനിൽകുമാർ മീഡിയ വണ്ണോട് പറഞ്ഞത്. എന്നാൽ സുനിൽകുമാറിന്റെ വാദങ്ങളെ തള്ളിയാണ് ഇപ്പോൾ കായിക വകുപ്പ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹോക്കി അസോസിയേഷന് മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ 56 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള കണക്കാണ് ഇപ്പോൾ കായിക വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷം 20 ലക്ഷം രൂപ, 21-22 വർഷങ്ങളിൽ 20 ലക്ഷം രൂപ വീതം, അങ്ങനെ തന്നെ 40 ലക്ഷം രൂപ നൽകി. അതിന് പിന്നാലെ 2023-24 സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചെങ്കിലും ബജറ്റിൽ വകയിരുത്തിയെങ്കിലും 6 ലക്ഷം രൂപ അവർക്ക് അനുവദിച്ചു. അങ്ങനെ 56 ലക്ഷം രൂപ ഹോക്കി അസോസിയേഷന് നൽകി എന്നുള്ള കാര്യമാണ് കായിക വകുപ്പ് പറയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിമ്പിക് അസോസിയേഷൻ സംസാരിക്കുമ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ പറയുന്നത്, കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായിട്ടുള്ള സുനിൽകുമാറിനാണ് ഹോക്കി അസോസിയേഷന്റെ ചുമതല. സുനിൽകുമാർ പറയുന്നത് EP ജയരാജൻ മന്ത്രിയായിരുന്ന സമയത്ത് 35 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, അതല്ലാതെ കൂടുതൽ തുക V അബ്ദുറഹിമാൻ മന്ത്രിയായതിനു ശേഷം തന്നിട്ടില്ല. ഇക്കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിനകത്ത് ദേശീയ ഗെയിംസിലടക്കം അസോസിയേഷനുകൾക്ക് ചിലവാക്കാനായിട്ട് ഏതാണ്ട് 60 ലക്ഷത്തിലധികം രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടി ഇപ്പോൾ കായിക മന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട്. എന്തായാലും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും മറ്റ് കായിക സംഘടനകളും പറഞ്ഞ വാദത്തെ പൂർണ്ണമായിട്ട് തള്ളിയാണ് ഇപ്പോൾ കണക്കുകൾ നിരത്തി കായിക മന്ത്രിയുടെ ഓഫീസ് ഇത്രയും തുക അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒന്നും നൽകിയിട്ടില്ല എന്ന് അസോസിയേഷനുകൾ പറയുമ്പോൾ നൽകിയിട്ടുണ്ട്. 56 ലക്ഷം രൂപ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഹോക്കി അസോസിയേഷന് മാത്രം നൽകിയിട്ടുണ്ട് എന്നുള്ള കണക്ക് നിരത്തിയാണ് ഇപ്പോൾ കായിക വകുപ്പ് ഈ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വാദങ്ങളെ തള്ളുന്നത്.